ജൂലൈ 28 രക്ഷകർത്തൃ ദിനമാണ്, നാഷണൽ പേരൻസ് ഡേ. ഇന്ന് എക്സൽ മീഡിയ TV പ്രവർത്തകരുള്ളത് ഗിൽഗാൽ ആശ്വാസ ഭവനിലാണ്. അന്ന് നമ്മുടെ മാതാപിതാക്കൾ നല്ല ആരോഗ്യമുള്ളവരായിരുന്നു. അവരുടെ ഏറ്റവും നല്ല സമയമായിരുന്നു അത്. അധികമൊന്നും അവർക്ക് കൊടുക്കുകയൊന്നും വേണ്ടെന്നേ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരല്പം കൊടുത്താൽ മതി. നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ ഇതുപോലെ കാണിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ബാല്യകാലത്തിൽ ഒരുപാട് കുസൃതികൾ നമുക്കുണ്ടാകും. അവരുടെ സ്നേഹം ഇപ്പോഴിപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് അത്രയും മനസ്സിലാക്കാൻ പറ്റും. സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനെ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന കുമ്പനാട് ഗിൽഗാൽ ആശ്വാസ ഭവനിലാണ്. അതിൽ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെയുണ്ട്. അവരോടൊന്നിച്ചാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ മാതാപിതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ആദരവ് നേരുന്നു. നമുക്കൊത്തിരി ആഗ്രഹങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും നടക്കണം, പ്രാർത്ഥനകൾ നിറവേറണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത, പ്രാർത്ഥിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച്. നമ്മൾ ആഗ്രഹിച്ചിട്ട് ലഭിച്ചതല്ല നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതുമല്ല നമ്മുടെ മാതാപിതാക്കൾ. എന്നാൽ നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി. ഈ രക്ഷകർത്തൃ ദിനത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. തുടർന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ പരിചയപ്പെടാനും അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള സമയങ്ങളായി നമ്മൾ വേർതിരിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ പേരൻസ് ഡേയുടെ ആശംസകൾ നേരുകയാണ്. നമ്മോടൊപ്പം ഉള്ളത് ഗിൽഗാൽ ആശ്വാസ ഭവനിലെ ജേക്കബ് ജോസഫ് ഫാസ്റ്ററും പ്രിയ സാലിയാൻ്റിയുമാണ്. ഒപ്പം പ്രിയ കുടുംബാംഗങ്ങളുണ്ട്, ഇവിടുത്തെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. എല്ലാവരെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാകും, സന്തോഷമാകും. അനേകരിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കുക. മാതാപിതാക്കൾ എന്ന ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്നൊരു വാക്കാണ് അമ്മ, അച്ഛൻ. ആ രണ്ട് പദങ്ങൾ നമുക്ക് നൽകുന്നത് വലിയൊരു സമ്പത്താണ്, മാതാപിതാക്കൾ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് ഓടിയെത്തുന്നത്? നമ്മുടെ മാതാപിതാക്കൾ എന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞു പ്രായത്തിലേക്ക് ഓടിയെത്തും. ഒരുപാട് ഓർമ്മകളുണ്ട്. അവരുടെ കൈ പിടിച്ച് നടന്നത്, അവരുടെ മാറോട് ചേർന്നിരുന്നത്, ഒത്തിരി ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ മാതാപിതാക്കൾ എന്ന ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഈ ദിവസത്തിൽ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകളിൽ പ്രിയപ്പെട്ടവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് പ്രിയ പാസ്റ്ററോട് തന്നെ. ഈ ദിനത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മയിലേക്ക് നമ്മുടെ ബാല്യകാലം തന്നെയാണ് വരുന്നത്. ശരിക്കും മാതാപിതാക്കൾ അവർ കടന്നുപോയെങ്കിലും ആ ബാല്യകാലത്തിലെ ഓർമ്മയിൽ ഒരുപാട് ചിന്തകൾ, സന്തോഷത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പ്രത്യേകിച്ച് മാതാവിനെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അതുപോലെ പിതാവും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ബാല്യകാലത്തിൽ ഒരുപാട് കുസൃതികൾ നമുക്കുണ്ടാകും. അവരുടെ സ്നേഹം ഇപ്പോഴിപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് അത്രയും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. പ്രത്യേകിച്ച് എന്നെ ഇത്രയും നിലയിൽ എത്തിച്ചതിൻ്റെ പിന്നിൽ എൻ്റെ അമ്മ എൻ്റെ ഉള്ളിൽ പാകിയ ഒരു വിത്താണ്. എനിക്കൊരു 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഒരു ഭിക്ഷക്കാരി ഒരു 2-3 മാസം കൂടുമ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. വളരെ പ്രായം ചെന്ന, വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് അവശയായ ഒരു ഉത്തിരിയൊക്കെ ഇട്ട് വരുമ്പം എൻ്റെ അമ്മ ആ ഭിക്ഷക്കാരിക്ക് ഒരു നാഴി അരിയും കുറച്ച് ചില്ലറ പൈസയും, ഉച്ചയ്ക്കാണ് വരുന്നെങ്കിൽ ഉച്ചയ്ക്കത്തെ ഭക്ഷണം, രാവിലെയാണ് വരുന്നത് രാവിലത്തെ ഭക്ഷണം, ഇത്ര എണ്ണയും കൊണ്ട് കൊടുപ്പിച്ചതിന് ശേഷം അവരുടെ കൈ എൻ്റെ തലയിൽ വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിപ്പിക്കും. ഇതെൻ്റെ അമ്മ ചെയ്തത് എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേങ്കിൽ പിൽക്കാലത്ത് ഇത്രയും
ആളുകൾക്ക് ഒരു സംരക്ഷണം നൽകാൻ ആ ഒരു സ്പർശനം എന്നെ അകറ്റിയില്ല. അങ്ങനെയുള്ള ആളുകൾ അവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. അപ്പോൾ ആ അമ്മ എന്നിൽ പകർന്നു തന്ന ആ ഒരു വിത്ത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. എൻ്റെ അമ്മ എത്ര ഒരു വലിയൊരു ഹൃദയം ഉള്ള ഒരു അമ്മയായിരുന്നുവെന്ന്. അതുപോലെ തന്നെ എൻ്റെ പിതാവും ഒരുപാട് എന്നെ താലോലിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അറിയാതെ നമ്മൾ മനസ്സുകൊണ്ട് അവർ നമ്മളെ വിട്ട് കടന്നു പോയെങ്കിലും അയ്യോ എൻ്റെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. തീർച്ചയായിട്ടും ഈ പേരൻസ് ഡേ നമ്മുടെ മാതാപിതാക്കളെ ഒന്നോർക്കാനും സമൂഹത്തിന് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കരുതൽ നൽകുവാൻ ഒരു സന്ദേശവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് സാലി ആൻറ്റിയുടെ ചില വാക്കുകൾ കേൾക്കാം. ലോകം മുഴുവൻ വീക്ഷിക്കുന്ന ഈ ദിനത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ അനുഗ്രഹങ്ങളും ആയുസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും എനിക്കും ഒരു ചെറു ബാല്യം ഉണ്ടായിരുന്നു. എനിക്കും എൻ്റെ മനസ്സിലേക്കും പെട്ടെന്ന് ഓടി വരുന്നത് എൻ്റെ കുഞ്ഞുപ്രായമാണ്. ഞാൻ 5 മക്കളിൽ 4ാമത്തെ ആളാണ്. 4 പേരെക്കാളിലും കൂടുതൽ കുസൃതി എനിക്കായിരുന്നു. മിക്കവാറും ഏറ്റവും കൂടുതൽ അടി വാങ്ങിക്കുന്നത് ഞാനായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. പക്ഷേ ഒരു മിക്കവാറും സമയങ്ങളിൽ ഇങ്ങോട്ട് വടിയെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പം ചെല്ലാൻ താമസിക്കും. ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് കളിയിൽ ഏർപ്പെടും. ഞാനും എൻ്റെ അനിയത്തിയുമാണ് ഏറ്റവും അടുത്ത കൂട്ടുകെട്ട്. അങ്ങനെ വിളിച്ചാൽ ചെന്നില്ല എങ്കിൽ ചെറിയ വടിയെടുത്ത് എന്നെ ഓടിച്ചിട്ട് പിടി കിട്ടുമെന്ന് കാണുമ്പോൾ ഞാൻ തിരിഞ്ഞ് എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു 3-4 ചുമ്മ അങ്ങ് കൊടുക്കും. അമ്മ ആ വടി അവിടെ തന്നെ ഇടും. എനിക്ക് മിക്കവാറും ഞാൻ ഓർക്കാറുള്ളത് അതാണ്. കാരണം ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഏത് ദേഷ്യവും ഏത് വാശിയും ഏത് വൈരാഗ്യവും കീഴ്പ്പെടുമെന്നുള്ളത് ഞാൻ എൻ്റെ അമ്മയിൽ കൂടി ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ അനേക മാതാപിതാക്കൾ ഇവിടെയുണ്ട്. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരും മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഒരു അനുഭവം പറഞ്ഞാൽ 5 മക്കളുള്ള ഒരു അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. വർഷങ്ങൾ ഇവിടെ ആ അമ്മച്ചി ഇവിടെ പാർത്തിരുന്നു. എന്നാൽ അമ്മച്ചി ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എൻ്റെ മക്കളെ എനിക്ക് കാണണമെന്നും അവരുടെ കാര്യം പറഞ്ഞിട്ടില്ല. എന്നാൽ അമ്മച്ചി ഇവിടെ വന്നത് മക്കളുടെ ഭയങ്കരമായ ഉപദ്രവം കൊണ്ടാണ്. അമ്മച്ചി ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചിയുടെ പായ മകൻ വന്ന് വലിച്ച് എടുത്തു. അമ്മച്ചി വീണ് അമ്മച്ചിയുടെ റിബ്സ് ഒടിഞ്ഞു. അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ ഹാർട്ട് പ്രോബ്ലം ഉള്ള ഒരു അമ്മച്ചിയായിരുന്നു. അങ്ങനെ വീട്ടിൽ മക്കൾക്കാർക്കും നോക്കുവാൻ വയ്യാതെ ഭയങ്കരമായ പീഡനം കൊണ്ട് അമ്മച്ചി ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. ഈ വിഷയങ്ങളൊക്കെ അമ്മച്ചി ഏറ്റെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. ഒരു പ്രാവശ്യം പോലും അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല മക്കൾ എന്നെ ഉപദ്രവിച്ചെന്നോ എന്നെ അവർക്ക് വേണ്ടെന്നോ ഒന്നും ഈ അമ്മച്ചി ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു ദിവസം 5-8 വർഷത്തിന് ശേഷം അമ്മച്ചി ഒരു ദിവസം അറ്റാക്കായിട്ട് അമ്മച്ചി മരിച്ചു. അടക്ക സമയത്ത് മക്കൾ വന്നു. സെമിത്തേരിയിൽ അടക്ക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഖം മൂടി അതിനു മുമ്പ് അന്ത്യചുംബനം കൊടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആരും ഈ 5 മക്കളും ഉണ്ടായിരുന്നു, ആരും മുമ്പോട്ട് വന്നില്ല. ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര സങ്കടം തോന്നി. കാരണം ദൈവമേ, അവസാനം ഒരു ഉമ്പ പോലും കൊടുക്കുവാൻ മക്കൾ ഇരിക്കെ ആരും തയ്യാറല്ലല്ലോ എന്ന് ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഓർത്തു. പെട്ടെന്ന് മുഖം മൂടാനുള്ള ക്രമീകരണം ചെയ്ത് പാസ്റ്റർ പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് ഒരു മകൾ വന്ന് നിൽക്ക്, മുഖം മൂടാൻ വരട്ടെ. എന്നിട്ട് സഹോദരങ്ങളോടായിട്ട് പറഞ്ഞു, ഇനിയെങ്കിലും നമ്മുടെ വാശിയും വൈരാഗ്യവും വിട്ട് അമ്മയ്ക്ക് സമാധാനത്തോടെ വിശ്രമിക്കുവാനുള്ള അവസരം കൊടുക്കുക എന്ന്. അങ്ങനെ അവർ തമ്മിൽ പറഞ്ഞ് ഭാരം ഉപേക്ഷിച്ചാണ്
ആ അമ്മച്ചി അടക്കിയത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, അമ്മച്ചി ഇവിടെ 8 വർഷം ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും തൻ്റെ മക്കളുടെ കുറ്റമോ തൻ്റെ മക്കൾ എന്നെ ഉപദ്രവിച്ചെന്നോ ഒരിക്കൽ പോലും ഈ അമ്മച്ചി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു വിഷയമായിരുന്നു. കാരണം മക്കൾ എത്ര ഉപദ്രവിച്ചാൽ പോലും തൻ്റെ മക്കളെപ്പറ്റി ഒരു വാക്ക് പോലും കുറ്റം പറയുവാൻ മാതാപിതാക്കൾ തയ്യാറല്ല. അത് പല മാതാപിതാക്കളുടെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കൽ പോലും മാതാപിതാക്കൾ മക്കളെ കുറ്റം പറയുവാനോ അവരെ തരം താഴ്ത്തുവാനോ ഒരിക്കൽ പോലും തയ്യാറല്ല. അത്രമാത്രം വലുതാണ് അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹവും വാത്സല്യവും. അതൊരിക്കലും മറന്നു കളയാൻ ഇടയാകരുത് ആർക്കും. അവരെ നമുക്ക് പ്രായമാകുമ്പോൾ അവരെ ചേർത്ത് നിർത്തുവാനുള്ള മനസ്സ് മക്കളാകുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ ദിനത്തിൽ ആശംസിക്കുന്നു. നമ്മുടെ ഗിൽഗാൽ ആശ്വാസ ഭവനിലെ നിരവധി കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ഇവിടെ താമസിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. അവരിൽ 1-2 പേരെ കൂടെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് നല്ല ഓർമ്മയാണ്. ഞങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അമ്മയപ്പച്ചനും ഞങ്ങളെ നന്നായി സ്നേഹിക്കുമായിരുന്നു. അമ്മയെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ അമ്മയുടെ ആവശ്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്തായാലും അമ്മ ചെയ്തു തരും. ഉടനെ ആഗ്രഹിക്കുന്ന ഉടനെ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചില്ല, അമ്മ ഇങ്ങോട്ട് ചോദിക്കും. എന്നിട്ട് അമ്മ എവിടുന്നെങ്കിലും ആഗ്രഹങ്ങൾ നിവർത്തിച്ചു തരും. അന്നും അങ്ങനെയായിരുന്നു. അതിലും പ്രത്യേകിച്ച് ഞാൻ ഒരു മോളായിരുന്നുകൊണ്ട് അപ്പച്ചനും അമ്മയ്ക്കും എന്നോട് പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ശിക്ഷിക്കും. അത് സാധാരണ അമ്മ ഞങ്ങളെ ശാസിക്കുന്നതുകൊണ്ട് കാരണങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ദൈവവചനത്തിൽ നിന്ന് ഓരോ വാക്യങ്ങൾ പറയും. അപ്പോൾ ഈ വാക്യം സാധാരണ പറയുമായിരുന്നു, നിനക്ക് ദീർഘായുസ്സുണ്ടാകാനും അമ്മയും അപ്പനെയും ബഹുമാനിക്കുക എന്ന വാഗ്ദത്തത്തോടുകൂടിയ ദൈവകൽപ്പനയാണ്. അങ്ങനെ ഓരോ വാക്യങ്ങൾ പറഞ്ഞ് അമ്മ ഞങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. അതുപോലെ പറയുമായിരുന്നു, അമ്മയെ അനുസരിക്കാത്തവൻ്റെ കണ്ണ് തോട്ടരിയിലത്തെ കാക്ക കുത്തിപ്പറിക്കും. ഇങ്ങനെ ഓരോ വാക്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു തന്ന് ഞങ്ങളെ ശിക്ഷിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഏതാഗ്രഹം ഉണ്ടെങ്കിലും സാധിപ്പിച്ചു തരുമായിരുന്നു. അപ്പം തന്നെ സംബന്ധിച്ച് ഞാൻ ഓർക്കുമ്പോൾ എന്നെ മരിക്കുന്നവരെ കുഞ്ഞെന്നല്ല വിളിച്ചിട്ടില്ല. എന്നെ ഒരിക്കലും ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നല്ല ഓർമ്മകളല്ലാതെ ഒന്നും എനിക്ക് മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കാനില്ല. അത് തന്നെ അതുകൊണ്ട് അപ്പച്ചനും അമ്മയും വാർദ്ധക്യമായപ്പോൾ എനിക്ക് തന്നെ അവരെ അന്വേഷിക്കാനുള്ള ഭാഗ്യവും കർത്താവും. അത് ഞാൻ എന്നും ഓർക്കും. ഇന്ന് രാവിലെ ഞാൻ പേരൻസ് ഡേ ആണെന്നൊന്നും ഓർത്തില്ല, എങ്കിലും അമ്മയുടെ അപ്പച്ചൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ ഓർക്കാനിടയായി. ഞാനിവിടെ വന്നു കഴിഞ്ഞു എൻ്റെ കൂടെ റൂംമേറ്റ്സിനോടൊക്കെ സാധാരണ എൻ്റെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ പറയാറുണ്ട്. പേരൻസ് ഡേയോടുള്ള ദിനത്തിൽ എനിക്ക് എൻ്റെ അമ്മയെപ്പറ്റി പറയാനുള്ളത്, എൻ്റെ അപ്പനെപ്പറ്റി പറയാനുള്ളത് നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നവരായിരുന്നു ഞങ്ങളുടെ പേരൻസ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫാദർ മരിച്ചുപോയി, എങ്കിലും കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയുണ്ട്. അമ്മയ്ക്ക് തീർത്തും ക്ഷീണമായപ്പോൾ അമ്മ കാണിക്കുന്ന വെപ്രാളം കണ്ടപ്പോൾ നമുക്ക് പറ്റുന്നില്ല, അമ്മയെ ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല. അമ്മ ഇരിക്കും കിടക്കും. ഒത്തിരി നേരം ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു ഭാരം തോന്നി. ആ ഭാരം തോന്നിയ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ എളുപ്പം ഓടി വന്നു, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ ഇതുപോലെ കാണിച്ചപ്പോൾ നിൻ്റെ അമ്മ നിൻ്റെ മടിയിലിരുത്തി നിന്നെ ആശ്വസിപ്പിച്ചു, നിന്നെ മാറ്റി നിർത്തിയില്ല. വേറെ 4 മക്കൾ വേറെ അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ നിനക്ക് സഹിച്ചാൽ എന്താ, നിനക്ക് നോക്കിയാൽ എന്താ? ആ ഒരു ഭാരം എളുപ്പം എൻ്റെ ഉള്ളിൽ കയറി. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഞാൻ അപ്പോഴത്തേന് എൻ്റെ ബാല്യത്തിലേക്ക് തിരിഞ്ഞുപോയി. എൻ്റെ അമ്മ എന്നെ ഓമനിച്ചത്, എന്നെ എടുത്ത് മാറോട് അണച്ചത്, എനിക്ക് വാരി തന്നത് എല്ലാം ഞാൻ ഓർക്കുവാനിടയായി. എനിക്ക് സമൂഹത്തോട് ഇപ്പോൾ പറയാനുള്ളത്, അതുപോലെ നമ്മൾ തിരിഞ്ഞ് നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് ഓർത്തിരുന്നു എങ്കിൽ ഇന്ന് ഈ പല മാതാപിതാക്കളും കഷ്ടം അനുഭവിക്കേണ്ടി വരികയില്ല, അനാഥത്വം അനുഭവിക്കേണ്ടി വരികയില്ല. ഉള്ളത് മതി. നമ്മൾ അന്വേഷിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ കുടുംബത്തിൽ ഉള്ളത് മതി. അവർക്കും കൊടുത്ത് അവരോടൊപ്പം സന്തോഷമായിട്ടിരിക്കുന്നതാണ് മാതാപിതാക്കളുടെ സന്തോഷം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പേരൻസിൻ്റെയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മാതാപിതാക്കന്മാരെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്.
വിശേഷങ്ങൾ പങ്കിടുന്നത്. എന്നാൽ മാതൃസ്നേഹത്തിന് പകരം വയ്ക്കുവാൻ ഈ ഭൂമിയിൽ മറ്റൊരു സ്നേഹവും ആകില്ല. മാത്രവുമല്ല, ഒരു മാതാവ് നമുക്ക് ചില വയസ്സ് വരെയും നമ്മൾക്ക് നമ്മുടെ ശൈശവം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ഓർക്കുവാൻ സാധ്യമല്ല. എങ്കിലും ഓർക്കുവാൻ തുടങ്ങുന്ന സമയം മുതൽ നമുക്ക് അത് ഓർക്കാം. പ്രായപൂർത്തിയിൽ എത്തുമ്പോൾ നമുക്കത് മനസ്സിൽ കാണാം. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പെറ്റ് കയ്യിലെടുക്കുന്നത്, മാറോടണയ്ക്കുന്നത്, പാല് കൊടുക്കുന്നത്, പിച്ച വെച്ച് നമ്മൾ നടക്കുമ്പോൾ വീഴാതെ നമ്മളെ താങ്ങുന്നത്, തുണയ്ക്കുന്നത്, ഒന്ന് വീണുപോയാൽ എന്തെങ്കിലും ഒരു മുറിവ് പറ്റിയാൽ ആ മാതൃഹൃദയം വേദനിക്കുന്നത്, മുഖത്തുള്ള ഭാവവ്യത്യാസങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇപ്പോൾ ഇരുന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. 10 പേരടങ്ങുന്ന ഒരു വീട്ടിലെ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എനിക്കറിവില്ല. ഞങ്ങൾ 10 പേരെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഒരു മണ്ണ് പോലും നുള്ളിയിട്ടിട്ടില്ല, ഞങ്ങളെ ഒന്ന് നുള്ളി വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ വളർത്തിയതാണ് മാതാപിതാക്കന്മാർ. പക്ഷേ അവർ മൺമറഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കും, അവർ കാണിച്ച സ്നേഹത്തിന് നമ്മൾ അതേ അളവിലോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ പകരം നൽകിയോ എന്ന് മൺമറഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിച്ച് നെടുവീർപ്പിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ ദിനത്തിൽ ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്, ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരോട് നമ്മുടെ ആദ്യത്തെ പാഠശാല വീടാണ്, ആദ്യത്തെ ഗുരു അമ്മയാണ്. ആ അമ്മയുടെ സ്നേഹത്തിലാണ് പിതാവ് നമ്മൾക്ക് വേണ്ടി അധ്വാനിക്കാൻ കടന്നു പോകും. ഒരു മാതാവിൻ്റെ കരവലയത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ സ്വന്തമായി എവിടേക്കെങ്കിലും പോകാനാകുന്നത് വരെ മാതാവാണ് നമ്മുടെ എല്ലാം. മാത്രവുമല്ല, ഒരു ഉദാഹരണം പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ പ്രസവ വേദനയായിട്ട് കിടക്കുമ്പോൾ നൊന്ത് കരയുകയാണ് അവർ. അപ്പോൾ വയറ്റാട്ടികൾ അടുത്തുണ്ട്. പക്ഷെ അവർ പ്രസവിച്ചപ്പോൾ അവർ കണ്ടത് ഒരു മൂർഖൻ പാമ്പിനെയാണ് അവർ പ്രസവിച്ചത്. അപ്പോൾ മാതാവ് സബോധത്തോടെ നോക്കിയപ്പോൾ, ഞാൻ പ്രസവിച്ച കുഞ്ഞെവിടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു കുഞ്ഞിനെയല്ല, മനുഷ്യ കുഞ്ഞിനെയല്ല പ്രസവിച്ചത്, നിങ്ങളൊരു മൂർഖൻ പാമ്പിനെയാണ് പ്രസവിച്ചത്. അപ്പോൾ അത് ഉടനടി തന്നെ അവരത് ഭയപ്പാടോടുകൂടിയൊന്നും അല്ല, വളരെ വ്യസനത്തോടു കൂടി ചോദിച്ചു, അതെവിടെ, എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ അതിവിടെ നിന്നും ഇഴഞ്ഞ് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്താണ് മറുപടി പറഞ്ഞതെന്നറിയാമോ? 2 കൈകളും കൂപ്പി, ഈശ്വര, ഞാൻ പെറ്റത് മൂർഖൻ പാമ്പാണെങ്കിലും ആ കുഞ്ഞ് പോയിടത്തെല്ലാം അവൻ എത്തിച്ചേരുന്നിടം വരെയും മുള്ളുകൊള്ളാതെ പോകട്ടെ എന്നാണ് ആ മാതാവ് കൈകൂപ്പി പ്രാർത്ഥിച്ചത്. അതാണ് ഒരു മാതാവിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് ആരംഭത്തിൽ പറഞ്ഞത്, മാതൃസ്നേഹത്തിന് പകരം വയ്ക്കുവാൻ നമുക്ക് മറ്റൊന്നുമില്ല. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മാതാക്കന്മാർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യുക. മാത്രവുമല്ല, നമ്മൾ വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യും. അത് പ്രത്യേകിച്ചും മാതാക്കന്മാരോടുള്ള ബന്ധത്തിൽ അത് തീർച്ചയായിട്ടും നമ്മൾ കൊയ്തേ പറ്റൂ. നമ്മുടെ ആൻറ്റിമാർ 2 പേരും തങ്ങളുടെ മാതാപിതാക്കന്മാരുടെ, പാസ്റ്ററും മാതാക്കന്മാരോടുള്ള ആ കടപ്പാടും സ്നേഹവും അവരനുഭവിച്ചതെല്ലാം പറഞ്ഞു. അപ്പോൾ അതുപോലെ ഈ ദിവസത്തിലുള്ള സന്ദേശം ഇതാണ്, പോലെ നമ്മുടെ മാതാക്കന്മാരെ നമ്മൾ കരുതണം. അവരൊരിക്കലും അവഗണിക്കാൻ പാടില്ല, തിരസ്കരിക്കാൻ പാടില്ല, അവരെ എറിഞ്ഞു കളയുവാൻ പാടില്ല. കാരണം നമ്മൾ നാളെ ആ അവസ്ഥയിൽ എത്തിച്ചേരുമെന്നുള്ള സന്ദേശമാണ് ഈ ദിവസം എനിക്ക് പറയാനുള്ളത്. മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. ഇനി നമ്മൾ ചില അനുഭവങ്ങളിലേക്ക് കൂടെ പോവുകയാണ്. അവരെക്കുറിച്ചുള്ള ചില ഓർമ്മകളും അനുഭവങ്ങളും നമുക്ക് പങ്കിടാം. പ്രിയ അങ്ങൾ ഓർപ്പിച്ചതുപോലെ നമ്മൾ പിച്ചവയ്ക്കാൻ പഠിപ്പിച്ചതും ആദ്യ അക്ഷരം പറഞ്ഞു തന്നതും ആദ്യ വാക്കുകൾ, ഭക്ഷണം കഴിക്കാനുള്ളതെല്ലാം പറഞ്ഞു തന്നത് മാതാപിതാക്കളാണ്. പരിശീലനം എല്ലാം, ആദ്യത്തെ പരിശീലന കളരി നമ്മുടെ വീട് തന്നെയായിരുന്നു. സൂസന്ന വെസ്ലി എന്നൊരു മാതാവ് 19 മക്കളെയാണ് പ്രസവിച്ചത്. സൂസന്ന വെസ്ലി, മദർ ഓഫ് മെത്തഡിസ്റ്റ് ചർച്ച് എന്നാണ് സൂസന്ന വെസ്ലിയെ കുറിച്ച് പറയുന്നത്. 9 മക്കൾ ശൈശവത്തിൽ തന്നെ ആ അമ്മയുടെ നഷ്ടപ്പെട്ടു. ബാക്കി കുഞ്ഞുങ്ങളെല്ലാം വളർത്തി വലുതാക്കി. ആ കുഞ്ഞുങ്ങളെ 2 പേര്, ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും, ലോക പ്രശസ്തരായി സുവിശേഷകരായി മാറി. അപ്പോൾ അവരിലൂടെയാണ് അമ്മ അറിയപ്പെട്ടത്. അപ്പോൾ അങ്ങനെ 19 മക്കളെ ഈ ലോകത്തിന് സമ്മാനിച്ച ഒരമ്മയാണ്. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരും തന്നെ എത്രയോ ശ്രേഷ്ഠരാണ്. അവരുടെ ഓർമ്മകൾ നമ്മൾ ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഒത്തിരി പേർക്ക് ഒരു ആശ്വാസമാകും. അവരുടെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കാൻ അതൊരു പ്രചോദനമാകും. ഇനിയും നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ ചില അനുഭവങ്ങളോടെ നമുക്ക് പങ്കിടാം. എൻ്റെ പേര് പീറ്റർ മരാൻഡ എന്നാണ്. എൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. ഞാനിവിടെ വന്നിട്ട് 2.5 വർഷക്കാലമായി. ദൈവത്തിൻ്റെ കൃപയാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടു. പലതും കാണാനും കേൾക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള രീതിയിലുള്ള ജീവിതം
മുന്നേറുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതിനെ ഓർത്ത് വീണ്ടും സ്തുതിക്കുന്നു. എൻ്റെ ബാല്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾ 6 പേരടക്കുന്ന ഒരു കുടുംബമായിരുന്നു. 6 മക്കളും മാതാപിതാക്കളും, അങ്ങനെ 8 അംഗ കുടുംബത്തിൽ ജനിച്ചാണ്. ഞാൻ രണ്ടാമനായിട്ടാണ് ജനിച്ചത്. അത് കാരണം താഴെയുള്ള കുട്ടികളെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വവും എനിക്ക് എൻ്റെ മേൽ ചുമത്തിയിരുന്നു. അതെല്ലാം വളരെ സഹിഷ്ണുതയോടെ എൻ്റെ അമ്മ എപ്പോഴും പറയും, എടാ നീ സത്യത്തിൽ ഒരു അമ്മയായി ജനിക്കേണ്ടായിരുന്നു, നീ ഈ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നീ ഇതെങ്ങനെ എവിടുന്ന് സാധിക്കുന്നു എന്ന് അമ്മ എപ്പോഴും എന്നെ പള്ളിയിൽ പോകാനായിട്ട് നിർബന്ധിക്കത്തില്ലേ. ഞാൻ ആ പള്ളിയിൽ പോകാൻ നേരത്ത് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം സൂക്ഷിക്കണമേ ദൈവമേ. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എൻ്റെ അമ്മയുടെ സ്നേഹം വളരെയേറെ ആ ലാളിത്യം അനുഭവിച്ച് ജീവിക്കാനും കർത്താവ് എന്നെ ഇടയാക്കിയിട്ടുണ്ട്. അപ്പൻ തികഞ്ഞൊരു മദ്യപാനിയായതുകൊണ്ട് വളരെ പട്ടിണിയിലും പരിവട്ടത്തിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം. എങ്കിലും സന്തോഷമായിരുന്നു. ഞങ്ങളുടെ കുടുംബം ഒരുമിച്ച് കൂടുമ്പോൾ, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോഴൊക്കെയും വളരെ സന്തോഷകരമായിട്ടൊക്കെയും മുന്നേറുവാൻ ഈ സമയത്ത്, ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ ഈ ഓർമ്മയൊക്കെയും എൻ്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കേൾക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് സജി ഐസക്. തിരുവല്ലയിൽ തന്നെയാണ് വീട്. ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ മാതാപിതാക്കൾ 2 പേരും ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായി മരിച്ചു. മാതാപിതാക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ലപോലെ ഞങ്ങളുടെ ഫാമിലിയിൽ 8 പേരായിരുന്നു മൊത്തം. അതിൽ ഒരാൾ അമ്മയുടെ അല്ലായിരുന്നു. ബാക്കി 7 പേരും അമ്മയുടെ ആയിരുന്നു. ഇപ്പോഴും അമ്മ മൂത്ത പെങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. 2 മക്കളുണ്ട്, അവർക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടായിരിക്കും. ബാക്കി ഞാൻ 4മത്തെയാണ്. 4മത്തേൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി ജോലി ചെയ്തു, ജീവിച്ചു, കല്യാണം കഴിച്ചു. ഒരു മകനുണ്ടായി. മകന് ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായി. ആക്സിഡൻറ്റിൽ ഒരു കൈ മൊത്തം ഫുള്ളായിട്ട് തീർന്നു പോയി ഇവിടെ വെച്ച്. അത് കുഴപ്പമൊന്നുമില്ല, മരിച്ചില്ലെന്നേ ഉള്ളൂ. ഒരു കൺവെർട്ടറെ കയറി കൈ കുരുങ്ങിപ്പോയി. അവിടെ ചെന്ന് ഒരു തൂണ് തങ്ങി ഇരിച്ചു കൊണ്ടുപോയി മൊത്തം. ഞാൻ അവിടെ പോയി, അത് കമ്പനിയുടെ ചിലവൊക്കെ ആയിരുന്നു. അത് ഇപ്പോൾ സോൾവ് ആയി. എന്നാലും ഇപ്പോൾ ഇടയ്ക്ക് വേദനയൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കാല് മാതിരിയാണ് അത്. ഈ പിന്നെ 3-4 പ്രാവശ്യം വന്നു പോയി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഇപ്പം നാട്ടിലുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മകൻ വഴിയരികിൽ മദ്യപിച്ച് ലഹരിക്കടിമയായി കിടക്കുമ്പോൾ ഒരു സുവിശേഷകൻ അവനെ കണ്ടു. ആ സുവിശേഷകൻ്റെ മനസ്സിലൊരു പ്രേരണ വന്നു, ഈ യുവാവിനെ കൊണ്ടുപോകണം. അദ്ദേഹം അവനെ കൂട്ടിക്കൊണ്ട് തൻ്റെ പ്രാർത്ഥനാലയത്തിലേക്ക് പോയി. പ്രാർത്ഥനാലയത്തിൽ പുറകിൽ അവനെ ഇരുത്തിയ ശേഷം അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി അകത്തേക്ക് കയറി. കുറേ സമയം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന തുടർന്നു. ദൈവോധനമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പുറകിൽ നിന്ന് വലിയൊരു കരച്ചിൽ കേട്ടു. ആ കരച്ചിൽ ഇങ്ങനെയായിരുന്നു, എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന മരിച്ചില്ല എന്നാണ്. ആൾക്കാരെ അവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം അവനെ മുൻപിൽ കൊണ്ടുവന്നു. ആ പ്രാർത്ഥനാലയത്തിൽ അവൻ വിളിച്ചു പറഞ്ഞൊരു വാക്ക്, കുറച്ച് നാൾ മുൻപ് വരെ എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, മോനെ നീ ഇങ്ങനെ മദ്യപാനത്തിലും ലഹരിക്കും അടിമയായി പോകരുത്. പക്ഷെ അമ്മയുടെ വാക്കുകളൊന്നും അന്നേരം ഞാൻ കേട്ടില്ല. എൻ്റെ അമ്മ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയി. പക്ഷെ എൻ്റെ അമ്മ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, കരയുമായിരുന്നു. അമ്മയുടെ പ്രാർത്ഥന ഇന്ന് ജീവനോടെയുണ്ട്. ആ പ്രാർത്ഥന മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ആലയത്തിൽ വന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ അവിടെ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിച്ചു. നമ്മുടെ എല്ലാ മാതാപിതാക്കൾ ഒത്തിരി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് അറിയാവുന്നത് പോലെ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുടർന്ന് നമ്മൾ പങ്കിടുമ്പോൾ
നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വഴി കാണിച്ചു തന്ന ആ നല്ല പാഠങ്ങൾ നമ്മൾ പങ്കിടുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹമാകും. പക്ഷേ നമുക്ക് ഒത്തിരി മാതാപിതാക്കളെ നിങ്ങൾ പരിചരിക്കുന്നു, അവരുടെ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു സ്ഥാപനം തന്നെ തുടങ്ങുന്നത് അങ്ങനെ ഒരു മാതാവിൽ നിന്നാണ് അല്ലേ? ആ ഒരു അനുഭവം ഒന്ന് പങ്കിട്ടാട്ടെ. ദീർഘവർഷങ്ങൾ 25ാം വർഷത്തിലേക്ക് ഗിൽഗാൽ ആശ്വാസ ഭവൻ വരികയാണ്. അപ്പോൾ ഇതൊരു മാതാവിൽ നിന്നാണ്, സത്യത്തിൽ ആ മാതാവിൻ്റെ അനുഭവമാണ്. അപ്പോൾ നമ്മൾ ഈ രക്ഷകർത്തൃ ദിനത്തിൽ ആ മാതാവിനെ കുറിച്ച് കൂടി ഒന്ന് ഓർക്കുന്നത് ഒരു സന്തോഷമാണ്. ആ മാതാവിനെ കുറിച്ച് ഒന്ന് ആ അനുഭവങ്ങളൊന്ന് പങ്കിട്ടാട്ടെ. ശരിക്കും അമ്മമാരോടൊരു പ്രത്യേക ഒരു സ്നേഹമാണ്. ഒരമ്മ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു, പക്ഷേ ആത്മഹത്യ ചെയ്യുവാൻ ഞാൻ ഭയപ്പെടുന്നു, എനിക്കൊരു മരണം സംഭവിക്കുന്നില്ല, ഞാൻ എന്തിന് ഈ ഭൂമി ജീവിക്കുന്നു എന്ന് എനിക്കറിയില്ല. ആ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അവരുടെ അനുഭവം അങ്ങനെയായിരുന്നു. അവർക്ക് നല്ല നിലയിൽ ജീവിച്ചൊരു കുടുംബമായിരുന്നു. 2 കുഞ്ഞുങ്ങൾ, ആരോഗ്യവും നല്ല വിദ്യാഭ്യാസമുള്ളൊരു ഭർത്താവ്. ഈസ്റ്റ് ആഫ്രിക്കയിലായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾ 2 പേരും ക്യാൻസർ വന്ന് ചെറുപ്രായത്തിൽ മരിച്ചു. ഭർത്താവ് അറ്റാക്കായിട്ട് ഭർത്താവ് മരിക്കുന്നു. 2ാമത് വിവാഹം കഴിച്ചു, ആ ഭർത്താവ് മരിക്കുന്നു. അവരുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുന്നു. അവരുടെ സ്വന്തക്കാരവരെ കൈവിടുന്നു. ഒന്നുമില്ലാത്തവളായി പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരുന്നു. അപ്പോഴാണ് ഞാൻ അവരെ കണ്ടുമുട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു സങ്കടമാണ്, അല്ലെങ്കിൽ ആ കണ്ണുനീരാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. അങ്ങനെയാണ് ഗിൽഗാൽ ആരംഭിക്കുന്നത്. അപ്പം ഞങ്ങളുടെ എയിമെന്ന് പറയുന്നത് ശരിക്കും അമ്മമാരായിരുന്നു. അമ്മമാരെ സംരക്ഷിക്കണം. പക്ഷേ പിന്നീട് വന്നപ്പോഴത്തേന് കാഴ്ച നഷ്ടപ്പെട്ട പിതാക്കന്മാർ, ശരിക്കും പറഞ്ഞാൽ വളരെ നമുക്ക് സങ്കടം തോന്നും. കാരണം ആരോഗ്യത്തോടെ അവർ ജീവിച്ചു, അധ്വാനിച്ചു, മക്കളെ വളർത്തി. പക്ഷെ എല്ലാം തകർന്നവരായി, ആരുമില്ലാത്തവരായി. അപ്പോൾ തന്നെ അവരുടെ ആരോഗ്യം കൂടെ ക്ഷയിക്കുമ്പോൾ കാഴ്ച നഷ്ടപ്പെടുന്നവർ, ഓർമ്മ നഷ്ടപ്പെടുന്നവർ, ശരീരം തളരുന്നവർ, വിവിധ രോഗങ്ങൾ പിടിപെടുന്നവർ, ആരോരുമില്ലാതെ അവർ ഒരു അനാഥത്വത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അവരെ കാണാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു ആത്മഭാരമാണ്. ശരിക്കും പറഞ്ഞാൽ ഗിൽഗാൽ ആശ്വാസ ഭവനിൽ ഒരുപാട് അമ്മമാരെ ഏറ്റെടുക്കാനും അവരുടെ അവസാനം വരെ ശുശ്രൂഷിപ്പാനും സാധിച്ചു. ഒരു പ്രായമായ ഒരു അമ്മയുടെ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. കാരണം ഒരു അറ്റാച്ച്മെൻറ്റ്, നമുക്ക് നമ്മുടെ ആരുമല്ല എങ്കിൽ പോലും നമ്മുടെ എല്ലാമാണ് അവർ. ഒരു മദർ അവസാന സമയം മരിക്കാറായി കിടക്കുകയാണ്. അപ്പോൾ രാവിലെ 6 മണിയായപ്പോഴേ അവർ മരിക്കും, അതുപോലെ വലിച്ച് കിടക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജിലാണ്. ഞാനിവിടെ ഇല്ല, അപ്പം എന്നെ കാണണമെന്നൊരാഗ്രഹം പറഞ്ഞു. പക്ഷെ ഞാൻ എത്താൻ പറ്റിയില്ല. ഉച്ചയായി, അമ്മ മരിച്ചിട്ടില്ല. വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ. അപ്പോൾ അന്നേരവും പറഞ്ഞു, പാസ്റ്റർ എന്തിയെ, പാസ്റ്ററെ കാണണമെന്ന് പറഞ്ഞു. അന്നേരവും ഞാനില്ല. വൈകിട്ടായി, ഏകദേശം ഒരു 5 മണിയായി. അപ്പം ഞാൻ അപ്പോഴത്തേന് വന്നു. ഞാൻ ഈ അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ എന്നെ കണ്ടു. അമ്മയുടെ കണ്ണിൽ നിന്ന് 2 കണ്ണുനീര് തുള്ളി വീണു. അമ്മ മരിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അപ്പം ഞാൻ ഓർത്ത, ദൈവമേ, ജീവൻ എന്ന് പറയുന്നത് ആ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു അവസാനമായിട്ട് എന്നെ ഒന്നുകൂടെ ഒന്ന് കാണണമെന്ന്. എന്നെ കണ്ടു, അമ്മ മരിച്ചു. അപ്പോൾ അമ്മമാരുടെ സ്നേഹം, അല്ലെങ്കിൽ അപ്പന്മാരുടെ സ്നേഹം, അല്ലെങ്കിൽ അവർക്ക് സ്നേഹം കൊടുക്കുമ്പോൾ അവരേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അവർ മരിക്കുന്ന സമയത്ത് നമ്മളെ ഒരു നോക്കൊന്ന് കാണണം എന്നുള്ളതാണ് അമ്മമാരോടുള്ള സ്നേഹം. നിശ്ചയമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ എന്നതൊരു വലിയ സമ്പത്ത് തന്നെയാണല്ലേ. ഒരു കൊച്ചുകുട്ടിയോട് സ്കൂൾ അധികൃതർ എല്ലാ കുട്ടികൾക്കും കൊടുത്തൊരു അസൈൻമെൻ്റ് ആണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠരായി കാണുന്ന ഒരാൾക്ക് ഒരു പൂ കൊടുക്കുക. ആ കൊച്ചുകുട്ടി ഓടിപ്പോയി പൂ കൊടുത്തത് അവിടെ പൂന്തോട്ടം നോക്കുന്ന ഒരാൾക്കാണ്. അപ്പോൾ വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന ആ സ്കൂളിലെ അധികൃതർ ഓർത്തു, ഇത് ആർക്കാണ് ഈ കൊടുക്കുന്നത്? ഗാർഡൻ നോക്കുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം അടുക്കലേക്ക് വന്നപ്പോൾ മറ്റുള്ളവർ ചോദിച്ചു, ആരാണ് ഇദ്ദേഹം? അപ്പോൾ ആ കൊച്ചുകുട്ടി പറഞ്ഞു, ഇതെൻ്റെ അപ്പനാണ്. എൻ്റെ അമ്മ നഷ്ടപ്പെട്ട സമയം മുതൽ ഈ അപ്പനാണ് എല്ലാ നിലയിലും കാര്യങ്ങൾ നോക്കുന്നത്. ഇദ്ദേഹം ഏത് ജോലിയും ചെയ്ത് എന്നെ നോക്കാൻ. അപ്പോൾ ഈ ലോകത്ത് ഏറ്റവും എനിക്ക് വിലപ്പെട്ടത് എൻ്റെ ഈ പിതാവാണ്. ഒരു കവിതയിൽ ഇപ്രകാരം പറഞ്ഞു, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. അപ്പോൾ അപ്പൻ, അമ്മ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇവിടുത്തെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോഴോ സാലിയാൻ്റിയുടെ മനസ്സിൽ വരുന്ന ഏതെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ അത് പങ്കിടാം. ഒത്തിരി ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്.
ഞാൻ ശരിക്കും ഓർക്കും, മാതാപിതാക്കളുടെ ഒരു ആയുസ്സിൻ്റെ 3/4 ഭാഗവും തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കാരണം ഒരു 20, 23, 24 വയസ്സിൽ അവർ വിവാഹം കഴിച്ചാൽ പിന്നെ ഒരു 65 വയസ്സ് വരെ അവർ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. 65 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കിന് അവരുടെ ആരോഗ്യം ക്ഷയിക്കും. അവർക്ക് പലവിധമാകുന്ന രോഗങ്ങൾ അവരെ വേട്ടയാടും. പിന്നീട് രോഗമായി, പിന്നീട് അവർക്കൊരു കെയറാണ് ആവശ്യം. ആ സമയത്ത് ഈ മക്കൾ വിവാഹം കഴിക്കുന്നു, അവരവരുടെ മക്കളുമായിട്ടുള്ള പ്രാരാബ്ധത്തിലേക്ക് പോകുന്നു. ഈ മാതാപിതാക്കൾക്ക് തനിയെ ജീവിക്കുവാനും കഴിയാത്തൊരവസ്ഥയാവുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. വീണ്ടും അവർ അധ്വാനിക്കേണ്ടിയിരിക്കുന്ന അവരുടെ കാര്യം ചെയ്യാനായിട്ട്. മാതാപിതാക്കൾ തൻ്റെ മക്കൾ കഷ്ടപ്പെടരുതെന്നാണ് വീണ്ടും ആഗ്രഹിക്കുന്നത്. ഇത്രയും ഉണ്ടായിട്ടും അവർ പറയുന്നത്, എൻ്റെ മക്കൾക്ക് അവരുടെ അവസ്ഥ കഷ്ടത്തില്ല, കാരണം അവരുടെ കുഞ്ഞുങ്ങളെ നോക്കണം, അവർക്ക് അവരുടെ കാര്യം പോലും ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല കയ്യിൽ, പിന്നെ ഞങ്ങളുടെ കാര്യം എങ്ങനെയാണ്? അതുകൊണ്ട് ആരോഗ്യം ഉള്ളിടത്തോളം പോയി എന്തെങ്കിലും ജോലി ചെയ്ത് അസുഖത്തിനുള്ള മരുന്ന് വാങ്ങിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് മനസ്സിനെ ശരിക്കും സങ്കടപ്പെടുത്താറുണ്ട്. കാരണം ഒരിക്കൽ പോലും അവർക്കൊരു സ്വസ്ഥമായ സമാധാനത്തോടെ അവർക്കൊന്ന് വിശ്രമിക്കാൻ കഴിയുകയില്ലല്ലോ എന്ന്. ഞാനിവിടെ വരുന്ന മാതാപിതാക്കളുടെ അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും ഞാൻ പറയാറുള്ളതും ഞങ്ങൾ ആഗ്രഹിക്കാറുള്ളതും ഒരു കാര്യമാണ്. അവരൊത്തിരി ഓടിയവരും അധ്വാനിച്ചവരുമാണ്. ആർക്കാണ്ട് വേണ്ടിയൊക്കെ ഒത്തിരി ഓടി, അവരുടെ ആരോഗ്യം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവായി. എന്നാൽ ഇനി അവർക്ക് അവരുടെ ആരോഗ്യം ക്ഷയിച്ചു. അവർക്കിനി ഓടുവാനും പറ്റത്തില്ല, അധ്വാനിക്കാനും പറ്റത്തില്ല. എന്നാൽ അവരിവിടെ സ്വസ്ഥരായിട്ട് വിശ്രമിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇനി ആരുടെയും നിന്നയുള്ള ആഹാരം അവർ കഴിക്കണ്ട, ആരുടെയും വഴക്ക് പറച്ചിലിനെയും കേൾക്കണ്ട, ആരുടെയും ഉപദ്രവം അവരിനി ഏൽക്കണ്ട. അവരുടെ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരാഗ്രഹം. എത്രയോ പേർക്ക് അവരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന, ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ട്, ആരും ഇല്ലാതെ ഇല്ല, ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ടെന്നൊരു ചിന്ത. സഹോദരങ്ങളുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്, മിണ്ടാനും പറയാനും ആളുകൾ ഒക്കെ ഒരു നല്ലൊരു പ്രവർത്തനം, ഒരു ദൈവം ഇറങ്ങി വരുന്നൊരു കൂടാരമായിട്ട്. ഈ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കൾക്ക് വലിയൊരു പ്രാധാന്യമാണ്. രക്ഷകർത്താവ് എന്ന് പറയുമ്പോൾ, ഒരു അമ്മ, അച്ഛൻ എന്ന് പറയുമ്പോൾ, നമ്മൾ യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പിതാവുമായിട്ടുള്ള ബന്ധം പോലെയാണ്. പക്ഷേ നമുക്ക് ഈ മാതാപിതാക്കളെ സംബന്ധിച്ച് വേദപുസ്തകം പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് കടക്കുമ്പോൾ നല്ല നല്ല ഉദാഹരണങ്ങൾ നിങ്ങൾക്കൊക്കെ അത് പറയാൻ കഴിയും. ഒരുപാട് നല്ല മോഡലായിട്ടുള്ള മാതാപിതാക്കൾ വേദപുസ്തകത്തിലുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കുക. ആ കൽപ്പനയുടെ ഒരു പ്രത്യേകത തന്നെ വാഗ്ദത്തോടു കൂടിയ കൽപ്പനയാണ്. വാഗ്ദത്തവും കൽപ്പനയും. നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടി മാതാപിതാക്കളെ ബഹുമാനിക്കുക. അപ്പോൾ തുടർന്ന് നമുക്കതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ദിവസം നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്, അങ്ങനെയുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വേദപുസ്തകത്തിലെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? 1-2 വാക്കുകൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. നമ്മുടെ ഈ ബൈബിളിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പം അബ്രഹാം ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിൻ്റെ കാത്തിരുന്നു എന്നും ഒരു വാക്യമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പിക്ചർ കാണുന്നത് അപ്പൻ, മകൻ, കൊച്ചുമകൻ, എന്തൊരു ബന്ധമാണ്. എന്നിട്ട് അബ്രഹാം കണ്ടത് ഇസ്ഹാക്കിനെ കാണിക്കുന്നു, അത് കൊച്ചുമകൻ യാക്കോബിനെയും കാണിക്കുന്നു. ശരിക്കും ഒരു കുടുംബം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇന്നും അത് തന്നെ പിന്തുടരുന്നു. പക്ഷെ കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലപ്പെടുന്നോ എന്ന് നമ്മൾ ഭയപ്പെടുന്നു. ഇന്നത്തെ പിള്ളേർക്ക് ആ മാതൃസ്നേഹം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ പിതൃസ്നേഹം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ സ്നേഹം കിട്ടുന്നുണ്ടോ? അത് കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ബൈബിൾ പറയുന്ന ആദ്യ കൽപ്പന, ഏറ്റവും പ്രധാനപ്പെട്ട, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. അപ്പോൾ എത്ര പ്രാധാന്യമുള്ള ഒന്നാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് പറയുന്നത്.
അത് ഉണ്ടാകട്ടെ എന്ന് ഈ ദിനത്തിൽ ആശംസിക്കുക. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുന്ന ഈ നല്ല ദിനത്തിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ഓർമ്മകൾ ഈ ചെറുപ്പക്കാർ കുറച്ച് പേരുണ്ട്. നമുക്ക് ഈ ഒരു സമൂഹം, നമ്മുടെ സൊസൈറ്റിയിൽ കുഞ്ഞുങ്ങളും കൗമാരക്കാരും യുവജനങ്ങളും എല്ലാവരുമുണ്ട്. മുൻപ് നമ്മൾ പങ്കിട്ട അനുഭവങ്ങളിൽ ഇന്ന് നമ്മുടെ സമൂഹം ഏതെല്ലാം നിലകളിലാണ് മാതാപിതാക്കളെ കരുതേണ്ടത്, അല്ലെങ്കിൽ യൗവനക്കാരെന്ന രീതിയിൽ ഒരു ഭാര്യ ഭർത്താവ്, എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് മക്കളുണ്ട്, എന്നാൽ എനിക്ക് മാതാവുണ്ട് പിതാവുണ്ട്, എങ്ങനെയാണ് അവരെ കരുതേണ്ടത്, എന്താണ്, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ കുറച്ച് പേരുണ്ട്, അവരുടെ അനുഭവത്തിൽ എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എങ്ങനെ കരുതണം, സമൂഹത്തിൽ മറ്റ് ചെറുപ്പക്കാരെ എങ്ങനെ കരുതണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് പ്രിയപ്പെട്ടവരുടെ വാക്കുകളൊന്ന് കേൾക്കാം. ഇന്നത്തെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മാതാപിതാക്കളാണ് ഈ സങ്കടങ്ങൾ അനുഭവിക്കുന്നത്. അതായത് മക്കളിൽ നിന്ന് അല്ലാതെ തന്നെ സമൂഹത്തിലെ ആൾക്കാരുടെ ഇടയിൽ നിന്ന്, അതായത് മക്കളിപ്പം ഏതുവഴി പോയാലും മാതാപിതാക്കൾക്ക് കുറ്റം, അവരെ ഇപ്പം ആരോടെങ്കിലും ഇപ്പം നിന്ന് എതിർത്ത് സംസാരിച്ചു, അത് വീട്ടിൽ അവരെ വളർത്തുന്നതിൻ്റെ കുഴപ്പം അത്. അപ്പം എങ്ങനെ പോയാലും ഒരു പെൺകുഞ്ഞിപ്പം പോയാലും അത് അവളുടെ മാതാവ് അവളെ അങ്ങനെ വളർത്തിയത് കൊണ്ടാണ് അവൾ അങ്ങനെ ആയത്. അങ്ങനത്തെ ഒക്കെ കുറേ ഹറാസ്മെൻറ്റ്സ് നമ്മുടെ പേരൻസ് അനുഭവിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു വ്യക്തിനെ വെച്ചുകൊണ്ട് അല്ല, അതിപ്പം ഒരു കുട്ടീനെയോ അല്ലെങ്കിൽ ഇപ്പം അവരുടെ വീട്ടിലുള്ളവർ വെച്ച് മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ ആ ഒരു രീതിയിൽ കാണരുത്. ചിലപ്പം അവർ വളർന്നു വന്ന സിറ്റുവേഷൻസ് ആയിരിക്കും ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളെ അങ്ങനെ ആക്കുന്നത്. അതിൽ മാതാപിതാക്കൾക്ക് ഒരു പങ്കുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അവരെ കൂടുതലും ചേർത്ത് നിർത്താനാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പം ഞാൻ വളർന്നു വന്നത് നല്ല കഷ്ടപ്പാടിലൂടെയാണ്. എന്നെ വളർത്താൻ വേണ്ടിയിട്ട് എൻ്റെ മാതാപിതാക്കൾ ഒരു എഫേർട്ട്സ് ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പം അവർക്ക് പൈസ ഇല്ലയെന്ന് കരുതി എന്നെ പഠിപ്പിക്കാതിരുന്നിട്ടില്ല. അവരത് എവിടെന്നെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും അവരെന്നെ പഠിപ്പിച്ചു, ഇത്രയും വരെ എത്തിച്ചു. എനിക്കൊരു ജോലി എത്തുന്നിടം വരെ അവരുടെ കരം എൻ്റെ കരത്തോട് ചേർത്ത് പിടിച്ചു. ഇപ്പോഴാണെങ്കിൽ പോലും എനിക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ മോന് പറ്റത്തില്ലെങ്കിൽ കുഴപ്പമില്ല, തിരിച്ചു പോരെ, അങ്ങനെയാണ് അവർ പറയുന്നത്. ഒരിക്കലും അവർ നമ്മളെ തള്ളി പറയുന്നില്ല. അത്രയും നമ്മളോട് സ്നേഹമുള്ള മാതാപിതാക്കളാണ്. ഈ മക്കൾ തിരിച്ചു പറയുമ്പം അവരത് ഭയങ്കര ഒരു വിഷമമാണ് അവർക്ക്. ഇത്രയും ഞങ്ങൾ കരുതിക്കൊണ്ട് വന്ന മക്കൾ ഒക്കെ അവരെന്നെ ഇങ്ങനെ പറയുന്നു, അത് ഭയങ്കര ഒരു വേദന അനുഭവിക്കുന്ന ഒരിതാണ്. അപ്പോൾ നമ്മുടെ മക്കൾ എന്നുള്ള രീതിയിൽ മാതാപിതാക്കൾക്ക് കൂടുതൽ സന്തോഷം നൽകേണ്ടതാണ്. അതായത് അവരെ വേദനിപ്പിക്കാതിരിക്കുക. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും അത് സ്വന്തം കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. സ്റ്റിൽ പേരൻസ് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും, എന്നാൽ പറയാറില്ല, ഓ മതി നിർത്തിക്കോ, എന്തിനാ, ഞങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ തരാം, അങ്ങനെ പറയുന്നവർ വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കം. അതുപോലെ തന്നെ ചിലവരുണ്ട്, കയ്യിൽ കുറച്ച് പൈസ കിട്ടി കഴിയുമ്പോൾ മക്കളെ കൊണ്ടുവന്ന് മാതാപിതാക്കളെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഓർഫനേജസിലോ അങ്ങനെയൊക്കെ കൊണ്ടിടുന്നത്. അതായത് ഞങ്ങൾ പൈസ തന്നോളാം, അവരെ സേഫായിട്ട് ഒരിടത്താക്കിക്കോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പൈസ ഇല്ല, അല്ലെങ്കിൽ അവളെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന്, അല്ലെങ്കിൽ കുഞ്ഞിനെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്നാക്കാം എന്ന് അവർ ചിന്തിക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ സമൂഹത്തിൽ നല്ലൊരു തലമുറകളെ വാർത്തെടുക്കാൻ കഴിയത്തില്ലായിരുന്നു. സോ നമ്മൾ കൂടുതലും അതെ അവരെ കരുതുക. എനിക്കെന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം പേരൻസ് എന്ന് പറയുമ്പം ഫസ്റ്റ് നമ്മുടെ പേരൻസിനെ തന്നെയാണ് നമ്മൾ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ പേരൻസിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ എൻ്റെ ബർത്ത് മുതൽ ടിൽ ഡെത്ത് വരെ ഇപ്പം എൻ്റെ ലൈഫിൽ ആരായിരുന്നു അത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന 2 പേരാണ് എൻ്റെ പപ്പയും എൻ്റെ മമ്മിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പിന്നെ ഉണ്ടാകുന്നവരാണ് റിലേറ്റീവ്സും ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ പേരൻസിനോട് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, എൻ്റെ പപ്പയും അമ്മയും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എൻ്റെ പപ്പായനെയൊക്കെ നോക്കിയത് കൊണ്ടുള്ള അനുഗ്രഹമാണ് ഇപ്പം നമുക്കുള്ളതെന്ന്. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിലെ മുതലേ നമ്മളെ അങ്ങനെ പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ പേരൻസിനെ നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ അങ്ങനെ കണ്ടു വളരുന്ന നമുക്ക് നമ്മുടെ പേരൻസിനെ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം.
ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കളെ, അതുപോലെ തന്നെ ഒരു പ്രായം അല്ലെങ്കിൽ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴത്തേക്കും അവർ ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളിൽ കൊണ്ട് വിടുവാണ്. ഇപ്പം 10 മക്കളുള്ള ഒരു അപ്പനും അമ്മയും ആണെങ്കിൽ അതിൽ ഒരു കുഞ്ഞു പോലും അവിടെ തിരിഞ്ഞു നോക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ടാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് ഇത് കുറേ അമ്മമാരെയും കുറേ അപ്പച്ചന്മാരെയും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് അവർ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ അവർ ചിന്തിക്കേണ്ട കാര്യമാണ് ഇത്രയും നാളും ആരാണ് ഈ സ്റ്റേജ് വരെ അവരെത്താൻ കാരണമായ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ പേരൻസാണ്. അപ്പോൾ അവരെ വിട്ടിട്ട് അല്ലെങ്കിൽ അവരെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അവരെ മറന്നിട്ട് വേറൊരു ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അതൊരു സക്സസ്ഫുള്ളായിട്ടൊരു ലൈഫാവുന്നത്? ഇത്രയും നാളും കൂടെ നിന്ന ഒരാളെ പെട്ടെന്ന് ഒരു പോയിന്റിലെത്തി കഴിയുമ്പം ഓ വേണ്ട ഇനി ഞങ്ങളുടെ ലൈഫായെന്ന് എങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുന്നത്? അപ്പം ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ അമ്മമാരുണ്ട്, സ്റ്റിൽ മറവിയുള്ള അമ്മച്ചിമാർ വരെയുണ്ട്. പക്ഷെ അവർ അപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ മക്കളുടെ പേരുണ്ട്. അവരത് ചിലപ്പോൾ അവരത് അറിയുന്ന പോലും ഉണ്ടാവത്തില്ല. എപ്പോഴെങ്കിലും ചിലപ്പം കാണാൻ വരുന്നവരുണ്ട്, കാണാൻ വരാത്തവരും ഉണ്ട്. അപ്പം ഓർമ്മയില്ലാഞ്ഞിട്ട് പോലും അവർ ആ മക്കളുടെ പേരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അപ്പം നമുക്ക് മനസ്സിലാവും അവരെത്രത്തോളം അവരുടെ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അവരത് അറിയാതെ പോകുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളത് മനസ്സിലാക്കണം. നമ്മളെ എത്രത്തോളമാണ് അവർ കെയർ ചെയ്യുന്നത്. നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന 2 പേരാണ് നമ്മുടെ പപ്പയും അമ്മയെന്ന് പറയുന്നത്. സോ അത് സൊസൈറ്റി മനസ്സിലാക്കണം. യെസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കണം. ഏറ്റവും വില കൊടുത്ത് അവരാണ് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ആളുകൾ. അവർ തന്നെയാണ് ഫസ്റ്റ് പേഴ്സൺ, അവരാണ്. ഇന്നത്തെ സമൂഹത്തിൽ ചെറുപ്പക്കാർ വളരെ വേഗതയിൽ ഓടുന്നൊരു ലോകമാണിന്ന്. അപ്പോൾ ആർക്കും ആരെയും നേരത്തെ നമ്മുടെ വീടുകളിലെല്ലാം ഒരു ചടങ്ങ് വന്നാൽ, വിവാഹം വന്നാൽ നമ്മുടെ അയൽവക്കത്തുള്ള വീട്ടുകാരെല്ലാം വന്ന് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു, ദിവസങ്ങൾക്ക് മുമ്പേ അവർ വരുന്നു, ഒരുമിച്ച് കഴിക്കുന്നു. എന്നാൽ ഇന്ന് എല്ലാം സ്പീഡായി, വേഗതയിലായതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള വീട്ടുകാരാരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമയമായി കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്നവരോട് പോലും വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് സുഖമാണോ അല്ലെങ്കിൽ ഭക്ഷണം റെഡിയാണെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ന് വന്നേക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുണ്ട്, അവർ ഇന്നത്തെ ലോകത്തിൻ്റെ ആ വേഗതയിൽ ഒരുമിച്ച് പോകുന്നവരാണ്. അവരുടെ അനുഭവങ്ങളോടെ നമുക്ക് ഇന്ന് സൊസൈറ്റിക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത് അതൊക്കെ പങ്കിടാം. എൻ്റെ പേര് ഫെയ്ത്ത് എന്നാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം പേരൻസിൻ്റെ ഒരു ദിവസമായിട്ട് നമ്മൾ ഇന്ന് മാറ്റി വെച്ചെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഏത് നിമിഷമാണെങ്കിലും എൻ്റെ പേരൻസ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. കാരണം ഞങ്ങൾ 3 പേരാണ്, 3 ആണുങ്ങളാണ്. അപ്പം എൻ്റെ ഫാദർ എൻ്റെ ചേട്ടന്മാർ ജനിക്കുന്നതിന് മുമ്പേ ഖത്തറിൽ ജോലിക്ക് പോയത് ആളാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് മാസം വിസിറ്റിങ്ങിന് വരും, വീട്ടിൽ ഹോളിഡേ ആകുമ്പോഴത്തേക്ക് വരും, കുറച്ച് മാസം കാണും, പിന്നെ തിരിച്ച് ഖത്തറിന് പോകും. അപ്പം എൻ്റെ മാതാവാണ് ഞങ്ങളെ 3 പേരെ നോക്കിയത്. അപ്പം എല്ലാവരും പറയും ഫാദർ ഒന്നും അറിയുന്നില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, മാതാവാണ് എല്ലാം ചെയ്യുന്നത്. ബട്ട് എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ ഖത്തറിന് പോയ സമയത്ത് എൻ്റെ ഫാദർ ജോലി ചെയ്ത സ്ഥലം വിസിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ പറഞ്ഞത് ശരിക്കും ചേട്ടൻ അവർ ഇല്ലാതായിപ്പോയെന്ന് പറഞ്ഞു. കാരണം ഒരു ചെറിയൊരു റൂമിൽ താമസിച്ച് ഒരു പൈസ പോലും താൻ സേവ് ചെയ്യാതെ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഫാദറായിരുന്നു. ശരിക്കും എൻ്റെ ഫാദറാണ് ഞങ്ങളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. കാരണം ഒരു കാര്യത്തിനും നോ പറയാൻ ഞങ്ങളെ പഠിപ്പിച്ചില്ല. എന്ത് സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത് നമ്മളെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് എന്നെ പഠിപ്പിച്ച കാര്യം. അതായത് ഫാദറിൻ്റെ മുമ്പിൽ ഒരാൾ ഹെൽപ്പിന് വന്നാൽ പോലും ഫാദർ ആദ്യം അത് എന്നെ കൊണ്ട് നടക്കത്തില്ല, സാധിക്കത്തില്ല എന്ന് പറയത്തില്ല. അത് എങ്ങനെയാണെങ്കിലും തന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ താൻ അത് ഫുൾഫിൽ ചെയ്യിക്കും. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലും. ഞാൻ ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് 1 വർഷമായി. ഇവിടെ വന്നപ്പോൾ പോലും ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഒരു പൊസിഷൻ വെച്ചായിരിക്കും ഇവിടെ നിൽക്കുന്നത്. ബട്ട്
അതിലും അപ്പുറം നമ്മളെയും കൊണ്ട് എന്തൊക്കെ ഇവർക്ക് സാധിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അവരെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും എന്നൊക്കെ പഠിപ്പിച്ചത് എൻ്റെ ഫാദറാണ്. അതുപോലെ തന്നെ എൻ്റെ മാതാവിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും ഫാദറിൻ്റെ ഒരു കുറവ് ഞങ്ങൾ വരുത്തിയിട്ടില്ല. അതുപോലെ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്തു. ഈവൻ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ പോലും എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നെ ഇവരെ പഠിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം 5 മണിയാകുമ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ എത്ര ക്ഷീണം ഉണ്ടെങ്കിൽ പോലും ആൾ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്കുള്ള സമയം സ്പെൻഡ് ചെയ്യും. അപ്പം അത് എൻ്റെ ഫാദർ ഫോളോ ചെയ്തു. എത്ര തിരക്കാണെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും 5 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ ഫാദറും പ്രാർത്ഥിക്കും. അത് ഞങ്ങളെയും പഠിപ്പിച്ചു. അതുപോലെ അതായത് ഞങ്ങളെ കറക്റ്റ് 5 ആകുമ്പോൾ വിളിപ്പിക്കും, പ്രാർത്ഥിക്കും. എന്നാൽ ഇപ്പം നോക്കുകയാണെങ്കിൽ എല്ലാവരും പല തിരക്കിലാണ്, പല ജോലി തിരക്കുകളുണ്ട്. എന്നെ വീട്ടിൽ വിളിക്കാൻ സമയമില്ലാത്തവരെ പോലെ കാണാം. എല്ലാവരും ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥയാണ്. ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി കൺസൾട്ടേഷൻസ് വരും. അപ്പോഴത്തേക്ക് അവർ പറയുന്ന കൂടുതൽ കാര്യങ്ങളും പിള്ളേർക്കിപ്പം സംസാരിക്കാൻ സമയമില്ല, എന്നെ അവർ തിരക്കാണ്, ജോലി തിരക്കാണ്. ഈവൻ ഞാൻ ഇപ്പോഴത്തെ തലമുറയോട് പറയുന്നത്, എന്നെയും ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നതാണ്. ചിലപ്പോൾ ഞാനും പല തിരക്കിലാകുമ്പം എൻ്റെ പേരൻസിനെ വിളിക്കത്തില്ലായിരിക്കാം. ബട്ട് ഇപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തിരക്കാണ് പോലും അവർക്കും തിരക്കുണ്ടായിരുന്നു, എങ്കിൽ പോലും അവർ ആ തിരക്കിൽ നിന്നും അവർ നമ്മളെ വിളിക്കുകയും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. നമ്മൾ ഈ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കാം. കാരണം ഇനി തൊട്ട് അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല, മാതാപിതാക്കളെ ഇല്ലാതെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഏത് സ്റ്റേജിൽ ചെന്നാലും ചില സമയത്ത് നമ്മളും ഫെയിലാവും, ഇല്ലെങ്കിൽ നമ്മളും ഇനിയൊരു മാതാപിതാക്കളാകാൻ പോകുന്നവരായിരിക്കാം. അപ്പോഴായിരിക്കും ചിലപ്പം ഈ ഒരു ലവ് നമുക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും പെയിൻ എന്നുള്ളത്. അപ്പം ഇവിടെ നിൽക്കുമ്പോഴും ഞങ്ങൾ പലപ്പോഴും പലരുടെയും മാതാപിതാക്കളായിട്ടുണ്ട്. കാരണം ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന വാർഡിൽ ചിലർക്ക് പേരൻസ് ഇല്ലാത്തവരായിരിക്കാം. അപ്പം അവർ അവരുടെ അച്ഛനെ അമ്മയും വിളിക്കണം ഇല്ലെങ്കിൽ കാണണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അവരുടെ അച്ഛനും അമ്മയാകാറുണ്ട്. അപ്പം അവർ ഞങ്ങളോട് സംസാരിക്കുന്ന അവരുടെ ആ സ്നേഹം കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ ഒരു തോന്നൽ തോന്നും, അവർ എന്തുമാത്രമാണ് അവരുടെ പേരൻസിനെ കാത്തിരിക്കുന്നത്. അതൊത്തിരി എൻ്റെ ജീവിതത്തിൽ അത് ഹെൽപ്പായിട്ടുണ്ട്. അപ്പം ഈ ഒരു മുൻ തലമുറ അല്ലെങ്കിൽ ഇനി വരും തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടാലും അവരെ സ്നേഹിക്കുക, അവരെ നോക്കേണ്ട രീതിയിൽ നമ്മൾ നോക്കുക എന്നുള്ളതാണ് നമ്മളത് ചെയ്യേണ്ട കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാതാപിതാക്കൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ 3 പേര് വളർത്തിയത്. ഞങ്ങൾ 3 പേരാണ്, എനിക്ക് 2 ചേച്ചിമാരും ഞങ്ങളേത്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് തന്നെ എൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് എൻ്റെ പപ്പ, വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വളർത്തുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയും. ഒരു തരി ചോറ് താഴെ വീണാൽ ഉടനെ പപ്പ ഞങ്ങളെ ശാസിക്കുകയായിരുന്നു. അതേസമയം അമ്മ, ഞങ്ങൾ വളരെ കഷ്ടപ്പാടിന് വളരെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ആരും അറിയാതെ വീട്ടിലെന്താണോ അതുള്ളത് ഞങ്ങൾക്ക് കൂടെ ഉള്ളത് എടുത്ത് അവർക്കൂടെ കരുതുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. എന്നിട്ട് അമ്മ പറയും, നമ്മൾ മറ്റുള്ളവരെയും കൂടെ കരുതേണ്ടത് നമുക്കൊരു ആവശ്യമാണ്. ആ ഒരു മാതൃകപരമായ ജീവിതമാണ് എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. എൻ്റെ അപ്പനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവ് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വീട്ടിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വളരെയധികം ഫിനാൻഷ്യലി ആണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഫീസൊക്കെ അടയ്ക്കാനാണെങ്കിലും പപ്പ ഞങ്ങൾ ധൈര്യപ്പെടുത്തും, കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കും, പഠിത്തം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ പറയും. പപ്പയുടെ ആ വാക്ക് നിമിത്തം ഞങ്ങൾ മുന്നോട്ട് പോകും. കറക്റ്റ് സമയത്ത് പപ്പ എങ്ങനെയെങ്കിലും ഫീസ് അടയ്ക്കും. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ വളരെയധികം ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നൊരു വ്യക്തിയായിരുന്നു. എപ്പോഴും എന്നോട് പറയുന്ന കാര്യമുണ്ട്, എത്ര വലിയ തിരക്കാണെങ്കിലും എൻ്റെ പെങ്ങന്മാരെ ഞാൻ എപ്പോഴും വിളിച്ചിരിക്കണം. എൻ്റെ പെങ്ങന്മാരോട് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, എത്ര വലിയ തിരക്കാണെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ മാതാപിതാക്കളെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം. ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ബന്ധങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കാത്തൊരു ലോകമാണ്. എൻ്റെ സമപ്രായക്കാരാണെങ്കിലും അവരുടെ വീടുകളിൽ അങ്ങനെയൊന്നും വിളിക്കത്തൊന്നുമില്ല. അവർ അവരുടേതായ ബിസി ആയ ലോകത്തിൽ അവർ മുഴുകി പോകുന്നു. താൽക്കാലിക ഒരു ജീവിത സുഖത്തിനായിട്ട് പുറകെ അവർ പോകുന്നു. എന്നാൽ അവരുടെ മാതാപിതാക്കളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ വേറൊരു മീനിങ്ങിൽ കൂടെ അവർ മാതാപിതാക്കളെ പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ തിരക്കേറിയ ഈ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ആധുനിക ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളെ നാം ചേർത്തതിൻ്റെ ആവശ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആധുനിക കാലഘട്ടങ്ങളിൽ
മാറി വരുന്ന ഓരോ ട്രെൻഡുകൾ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കും. കാരണം അവർ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. മാറി വരുന്ന ഓരോ ട്രെൻഡുകൾ, എങ്ങനെ വാട്സാപ്പ് ഉപയോഗിക്കാം, എങ്ങനെ ഫേസ്ബുക്ക്, എങ്ങനെ UPI, ഓരോ ട്രെൻഡുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, അവരെ ബോധവാന്മാരാക്കും. നാളെ അവരുടെ സമൂഹത്തിന് മുന്നിൽ എന്തെങ്കിലും അവർക്ക് ഫേസ് ചെയ്യുമ്പോൾ അവർ കൂടി ഇത് അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അവരെ പറഞ്ഞു കൊടുത്ത് അവരെ ബോധവാന്മാരാക്കും. അവരുടെ ഇല്ലായ്മയിൽ അവരെ നമ്മളെ ഇത്രത്തോളം പഠിപ്പിച്ചു. സോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഞാനായിരിക്കുമ്പോൾ, ഇവിടെ നേരത്തെ എൻ്റെ സഹപ്രവർത്തകൻ പറഞ്ഞ പോലെ ഇവിടെ ഞങ്ങൾക്ക് പലരും രക്ഷകർത്താരായി തീരുന്നുണ്ട്. ചെറിയ കുട്ടികൾ ഇവിടെ ഉണ്ട്. അവർ അവരുടെ അമ്മയെ കാണും പറയുമ്പോൾ അത് വേണം ഇത് വേണമെന്ന് പറയുമ്പോൾ ആരും വേറെ ഞങ്ങൾക്ക് അവർക്ക് മേടിച്ചു കൊടുക്കും. ചില സമയത്ത് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കരയും. ആ സമയത്തെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ മാതാപിതാക്കൾ സ്ഥാനത്ത് ഞങ്ങളെയാണ് കാണുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരും, കുറേ കാര്യങ്ങൾ പറയും. ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതേ സംബന്ധിച്ചിടത്തോളം ഇവിടെ 400 ആൾക്കാരുണ്ട്. ഈ 400 ആൾക്കാർ അവരെല്ലാം പപ്പയും അമ്മയും പറഞ്ഞു. ഞങ്ങളുടെ പ്രിൻസിപ്പാൾസും സാലിയാൻ്റെയുമാണ്, ജെസ്സിയാൻ്റെയും ഉണ്ട്. ഇവരെല്ലാ സമയത്ത് അവരുടെ ആവശ്യങ്ങൾ, ആ ചെറുതാണെങ്കിൽ വലുതായിക്കോട്ടെ, എപ്പോഴും അവരടുത്തേക്ക് ഓടിപ്പോകുന്നത് കാണാൻ പറ്റും. അവർക്ക് ആരുമില്ല, പക്ഷേ അവർക്ക് എപ്പോഴും എല്ലാ സമയത്തും എല്ലായ്പ്പോഴും കൂടി വന്ന് ചിലപ്പം ഒരേ കാര്യം തന്നെയായിരിക്കും പിന്നെ പറയുന്നു, എങ്കിലും അത് സഹിഷ്ണുതയോടെ സന്തോഷത്തോടെ കേട്ട് അതിനെല്ലാം മറുപടി കൊടുത്ത് ഞങ്ങൾക്ക് കാണാറുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഒരു ഉത്തമ മാതൃക ജീവിതം നയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. വാക്കുകളുടെ നമുക്ക് പറയാൻ പറ്റും, പക്ഷേ അത് ജീവിച്ച് കാണിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാലഘട്ടമാണ്. ഇന്നത്തെ ആധുനിക ലോകത്ത് ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് പറ്റുന്നത് തന്നെയാണ്. എങ്ങനെ അവർ മക്കൾക്ക് വേണ്ടി കെയർ ചെയ്യാമോ, എങ്ങനെ അത് ജീവിക്കാമെന്ന് ഇവർക്കും അറിയത്തില്ല. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം ശക്തമാണ് ഇന്നത്തെ റിലേഷൻഷിപ്പിൽ. സോ ആ കാലഘട്ടങ്ങളിൽ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ ചേർത്ത് പിടിച്ച് എങ്ങനെ ഒരു സൊസൈറ്റിയുടെ മുന്നിൽ എങ്ങനെ മാതൃകപരമായി ജീവിക്കാമെന്നുള്ളത് മാതാപിതാക്കൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരും മാതാപിതാക്കളും ഒക്കെ കഴിഞ്ഞ നിമിഷങ്ങളിൽ അവരുടെ അനുഭവങ്ങൾ പങ്കിടുകയായിരുന്നു. നിശ്ചയമായിട്ടും നമ്മുടെ വീടുകളിലെ വിളക്കായിട്ട്, നന്മ പൂക്കുന്ന മരങ്ങളായിട്ട് നമ്മുടെ മാതാപിതാക്കൾ എന്നേക്കും നിലനിൽക്കുകയാണ്. അവരുടെ ഓരോ നിമിഷവും നമുക്ക് അവരുള്ള സമയത്ത് എന്തെല്ലാം അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർക്ക് വേണ്ടി ചെയ്യുക. എന്തെല്ലാം സംസാരിക്കാൻ കഴിയുമോ, എത്രത്തോളം സമയം ചെലവഴിക്കാൻ കഴിയുമോ അത്രത്തോളം അവരുമായി സമയം ചെലവഴിക്കുക, നന്മകൾ പങ്കിടുക. നമ്മളെല്ലാവരും സംസാരിച്ചത് വ്യത്യസ്തരായ നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് എത്ര അനുഭവങ്ങളാണ് പങ്കിട്ടത്. ഇനിയും ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് പങ്കിടാനുണ്ട്. 3 മക്കളുള്ള ഒരു പിതാവിനെ കുറിച്ച് ബിസിനസ്സിൽ തകർന്ന തരിപ്പണമായ സമയത്ത് രാത്രിയിൽ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറഞ്ഞും കിടക്കുമ്പോൾ അപ്പൻ ഭാര്യയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കടബാധ്യത മാറാനായിട്ട് ഒരു കുഞ്ഞിനെ നമുക്ക് ദത്തു കൊടുക്കാം. ഭാര്യ പറഞ്ഞു, കൊള്ളാം, നല്ലൊരു ആശയമാണ്. ദത്തു കൊടുത്താൽ അവിടെ സുഖമായിട്ട് ജീവിക്കുമല്ലോ. ഏത് കുഞ്ഞിനെ കൊടുക്കണം? മൂത്ത കുഞ്ഞിനെ കൊടുക്കാം. അങ്ങനെ അവർ തീരുമാനിച്ച് കിടന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചാടി ഭാര്യ എഴുന്നേറ്റു. അത് പറ്റത്തില്ല, മൂത്ത കുഞ്ഞിനെ കൊടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ എത്രയോ ആഗ്രഹിച്ചിട്ടാണ് ആദ്യം കിട്ടിയ കുഞ്ഞാണ്, അത് പറ്റത്തില്ല. എന്നാൽ നമുക്ക് 2ാമത്തെ കുഞ്ഞിനെ കൊടുക്കാം. കിടന്നുറങ്ങുമ്പോൾ ഭാര്യ ചാടി എഴുന്നേറ്റു. അത് പറ്റത്തില്ല, അത് ഒരു മകനാണ്, 2 പെൺമക്കളും നടുക്കത്തത് മകനാണ്, മകനെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, ആകെയുള്ളൊരു ആൺതരിയാണ്, ആ മോനെയും ഞാൻ വിട്ടുതരത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കടബാധ്യത മാറണമെങ്കിൽ ഇളയ കുഞ്ഞിനെ കൊടുക്കാം. അവർ സുഖമായി കിടന്നു. വീണ്ടും ചാടി എഴുന്നേറ്റ് ഭാര്യ പറഞ്ഞു, അതും ഞാൻ സമ്മതിക്കില്ല, കാരണം ഇളയ കുഞ്ഞ് ഓമനിച്ച് താലോലിച്ച സമയം നമുക്ക് മതിയായിട്ടില്ല, ആ കുഞ്ഞിനെയും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, ഇനി എങ്ങനെ നമ്മുടെ കടബാധ്യത മാറും? കടബാധ്യത മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുള്ള പരിപാടി വേണ്ട. അതൊരു കുഞ്ഞുദാഹരണമാണെങ്കിലും ഏത് കഷ്ടപ്പാടിലും ഇന്നാണ് നമുക്ക്, നേരത്തെ എത്രയോ മക്കളാണ് ഓരോ വീടുകളിലുള്ളത്. ആ കുഞ്ഞുങ്ങളെയെല്ലാം പോറ്റി പുലർത്തി അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ഉന്നതമായ സ്ഥലങ്ങളിൽ, ഇന്ന് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെയെല്ലാം എത്തിപ്പെട്ട ആൾക്കാർ പറയും, ഞങ്ങളുടെ മാതാപിതാക്കൾ വളരെ കഷ്ടതയിലാണ്,
കൃഷിപ്പണി ചെയ്തും മറ്റു വീടുകളിൽ ജോലി ചെയ്തും ഒക്കെയാണ് ഞങ്ങളെ ഈ തരത്തിലെത്തിച്ചത്. ഇപ്പോൾ മാതാപിതാക്കളെ മറന്നൊരു ജീവിതം ഇനിയും സമൂഹത്തിന് സാധ്യമല്ല. വലിയൊരു മരം നമ്മൾ നോക്കുമ്പോൾ ആ വലിയ മരത്തിൽ ഫലങ്ങളുണ്ട്, ഇലകളുണ്ട്, പക്ഷേ അതിൻ്റെ വേരുകൾ, അതിൻ്റെ വിത്തായിരുന്ന സമയം. അതുപോലെയാണ് നമ്മുടെ മാതാപിതാക്കൾ. ഇന്നത്തെ ദിവസം നമ്മുടെ മാതാപിതാക്കളിലേക്ക് തിരിയുന്നൊരു ദിവസമാകട്ടെ, അവരുടെ നല്ല ഓർമ്മകളിലേക്ക് തിരിയുന്ന ദിവസമാകട്ടെ, അവർക്ക് ഒരു നല്ല സമ്മാനം വെച്ച് നീട്ടുന്നൊരു ദിവസമാകട്ടെ. ഇന്ന് മാത്രമല്ല, എന്നെന്നും അവരെ ചേർത്ത് പിടിക്കാം. അവരില്ലാതെ നമ്മളില്ല എന്ന നല്ല ഓർമ്മകൾ നമുക്കുണ്ട്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, തിരുവല്ലയിലെ മഞ്ഞാടി എന്ന ഗ്രാമത്തിൽ ഒരു ചെറിയ സ്ഥാപനമുണ്ട്, വനിതാ മന്ദിരം. അവിടെ ശാലയം ഭവൻ എന്ന ഓർഫനേജിലാണ് ഞാൻ വളർന്നത്. അപ്പം അമ്മയും അപ്പൻ്റെ ഒന്നും സ്നേഹമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ എല്ലാം നൽകുമായിരുന്നു, പക്ഷേ ഞങ്ങളെ കെട്ടിപ്പിടിച്ചൊന്നും ആക്കാനൊന്നും ആരുമില്ലായിരുന്നു. പിന്നെ ഹോസ്റ്റലിലോട്ടായിരുന്നു ലൈഫ്. ഹോസ്റ്റൽ ലൈഫിലാണെങ്കിൽ അടിച്ചു പൊളിച്ചുള്ള ജീവിതമായിരുന്നു. എന്ന് പറഞ്ഞാലും സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അമ്മ എന്ന് വിളിക്കാൻ പോലും എനിക്ക് ആരുമില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ സാലി ആൻറ്റി എന്നോട് ആദ്യമായിട്ട് പറയുക, കോൾ മീ മമ്മ, ഞാൻ നിൻ്റെ അമ്മയാണ്, നീ ഒരിക്കലും അനാഥ കുട്ടിയല്ല. ആദ്യമായിട്ടാണ് ഞാൻ സാലി ആൻറ്റിയാണ് അമ്മ എന്ന് വിളിച്ചു തുടങ്ങിയത്. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമവും പ്രയാസവും എനിക്ക്. അതുകൊണ്ട് ഗിൽഗാലി വന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇന്ന് നമ്മൾ ഈ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ, ഇതുപോലെ മാതാപിതാക്കളുടെ ആ സ്നേഹം അനുഭവിക്കാത്ത, നമ്മളെല്ലാവരും മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ചവരെ കുറിച്ച് പറയുമ്പോഴും, മാതാപിതാക്കളുടെ സ്നേഹം ഒരു അമ്മയെ കാണാൻ കഴിയാതെ, അപ്പനെ കാണാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ, ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളിൽ എത്രയോ കുഞ്ഞുങ്ങൾക്കാണ് മാതാപിതാക്കളെ നഷ്ടമാകുന്നത്. അറിഞ്ഞും അറിയാതെയും ചിലർ അനാഥരാകുന്നു. നമുക്ക് ചില കുഞ്ഞുങ്ങളെ ഈ ഗിൽഗാൽ ആശ്വാസ ഭവൻ പ്രിയപ്പെട്ടവർ, ദേവദാസനും കുടുംബമൊക്കെ അനേകർക്ക് ദൈവതുല്യരായി ഒരു മാതാവായി പിതാവായി ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരു വലിയ കൂടാണ്, ഒരു കൂടാരമാണ് ഈ ഒരു സ്ഥലം. പ്രത്യേകിച്ച് ഇന്നത്തെ മാതാവിനെയും പിതാവിനെയും ഒക്കെ നമ്മൾ ഓർക്കുന്ന ഈ ദിവസം. വാർദ്ധക്യത്തിലെ ശൈശവം ആകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. നമ്മളെല്ലാം ഓർമ്മകൾ പഴയ അതിലേക്ക് കടന്നുപോയി. അന്ന് നമ്മുടെ മാതാപിതാക്കൾ നല്ല ആരോഗ്യമുള്ളവരായിരുന്നു. അവരുടെ ഏറ്റവും നല്ല സമയമായിരുന്നു അത് നമുക്ക് ഓർക്കാനുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ വളരെ ക്ഷീണിതരായി തീർന്നിരിക്കുകയാണ്. ഓർമ്മകളുണ്ട്. പലപ്പോഴും ഈ വാർദ്ധക്യത്തിലെ ഒരു ശൈശവ അനുഭവം കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ പെരുമാറുന്ന സമയം, ആ സമയത്താണ് ശരിക്കും തിരിച്ച് നമ്മൾ നമ്മുടെ ബാല്യകാലത്ത് നമ്മളോട് കാണിച്ച സ്നേഹം തിരിച്ചു കൊടുക്കേണ്ട സമയം. തീർച്ചയായിട്ടും ഈ മാതൃദിനത്തിൽ ആ നിലയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മാതാപിതാക്കൾ ഒരു ശൈശവ ദിശയിലേക്ക് എത്തിയെങ്കിൽ നമ്മൾ ഒരു അപ്പനും അമ്മയാകുക. അവരുടെ മുൻപിൽ അവരെ താലോലിക്കുക, അവരെ സ്നേഹിക്കുക, അവർക്ക് സ്നേഹം കൊടുക്കുക. അതിലും വലുതായിട്ട് ഈ ഭൂമിയിൽ മറ്റൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. അധികം നാളൊന്നും ആ ഒരു സമയം നമ്മൾ നിൽക്കേണ്ടി വരത്തില്ല. അവർ കടന്നു പോകും. അവർക്ക് നല്ലൊരു വിശ്രമം നൽകുക എന്ന് പറഞ്ഞുകൊണ്ട്, അതിലുപരിയായിട്ട് ഈ കാലഘട്ടത്തിൽ ഒരു തിരിച്ചറിവിന് ഈ ഒരു സന്ദേശം കാരണമാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാം, നമുക്ക് സ്നേഹിക്കാം, അവരെ ഒരിക്കലും നമ്മൾ കൈവിടാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ചേർത്ത് നിർത്താം. നമ്മൾ അധികമൊന്നും അവർക്ക് കൊടുക്കുകയൊന്നും വേണ്ടെന്നേ. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരല്പം കൊടുത്താൽ മതി. ഒത്തിരിയൊന്നും അവർ കഴിക്കത്തില്ല. ഈ പ്രായമാവുന്ന സമയത്ത് നമ്മുടെ സ്നേഹത്തോടുള്ള ഒരു വിളി, അമ്മേ അപ്പ എന്നുള്ളൊരു വിളിയാണ് അവരുടെ വിശപ്പ് മാറ്റുന്നത്. അത് ആഹാരത്തെക്കാളും വലുതാണ്. ആ വിളി അവർക്ക് കൊടുക്കാം, ആ ഒരു സ്നേഹം കൊടുക്കാം, ഒരു തലോടൽ, ഒരു ചുംബനം അവിടെ നിറയിൽ കൊടുക്കാം. അവരാശ്വസിക്കട്ടെ. പാസ്റ്റർ പറഞ്ഞ പോലെ ഒത്തിരി നാളൊന്നും ഇല്ല, കുറച്ച് നാളേ ഉള്ളൂ. അവരുടെ വീട്ടിലെത്താറായി. അവർ സമാധാനത്തോടെ പോട്ടെ, സന്തോഷത്തോടെ നമുക്ക് അവരെ സ്നേഹിക്കാം, കരുതാം. ഈ ദിനത്തിൽ അതിനുവേണ്ടി നമ്മൾക്ക് ഒരുങ്ങാം.
ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരുപാട് നല്ല അനുഭവങ്ങൾ പങ്കിട്ട നിമിഷങ്ങളായിരുന്നു ഇത്. ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും ഈ പ്രോഗ്രാമിൽ ഇവിടെ പങ്കെടുത്തവർക്കും ഓൺലൈനിലൂടെ ഇത് ശ്രദ്ധിച്ചവർക്കും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം ആസ്വദിക്കുമ്പോഴും ഇത് ഒരനുഗ്രഹവും ഒരനുഭവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും ഇന്നത്തെ ദിവസം നമുക്ക് പുതിയ തീരുമാനങ്ങളുടെയും പുതിയ അനുഗ്രഹത്തിൻ്റെയും ഒരു ദിവസമായി മാറട്ടെ. നമ്മുടെ മാതാപിതാക്കളിലേക്കൊന്ന് തിരിയാം, മാതാവിനെ പിതാവിനെ ഓർക്കാം, അവർക്ക് കൂടെ സമയം ചെലവഴിക്കാം, അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാം, അവർക്ക് നല്ല ദിവസങ്ങൾ നമുക്ക് നേരാം. എല്ലാവർക്കും, പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾക്ക്, ഞങ്ങളെ ഇതുവരെ ആക്കിയ, ഇതുവരെ എത്തിച്ച എല്ലാ മാതാപിതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ആദരവ് അർപ്പിക്കുന്നു. എക്സൽ മീഡിയ ഇന്നത്തെ ദിവസം ഈ പ്രിയപ്പെട്ട ഗിൽഗാൽ ഭവനത്തിൽ പ്രിയപ്പെട്ട പാസ്റ്ററോടും ആൻറ്റിയോടും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും ചേർന്ന് ഇന്നത്തെ ദിവസം എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ മാതാപിതാക്കൾക്കും ഇന്നത്തെ ദിവസം നന്മകൾ നേരുന്നു, ദീർഘായുസ്സ് നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും എക്സൽ മീഡിയ TV യുടെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ആസ്വദിക്കുക. ഗോഡ് ബ്ലെസ് യു.